എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. 2020 ശേഷം നമ്മുടെ രാജ്യം വളരെയേറെ വലിയ വലിയ സമരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. കാർഷിക ബില്ലിനെതിരെയുള്ള സമരം, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം, റസ്ലേഴ്സിൻ്റെ ഗുസ്തിക്കാരുടെ സമരം തുടങ്ങിയവ. ഇതിൽ പലരും, നിങ്ങളിൽ തന്നെ പലരും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും, അനുകൂലിച്ച അഭിപ്രായം രേഖപ്പെടുത്തുകയും പ്രതികൂലിച്ച അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലേ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സമരമുണ്ടല്ലോ, ഇത് നമ്മൾ അതിൻ്റെ ഒരു കാര്യം ഓർക്കുക. ഒരു സമരം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് കുറേ ഈയാമ്പാറ്റകൾ കടന്നു വരും. അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കും, അവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കും. ഞാൻ അവരെ പറ്റിയൊന്നുമല്ല പറയുന്നത്, അവരെയൊക്കെ ഞാൻ തള്ളുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാന ആവശ്യമുണ്ടല്ലോ. എന്താണ് ഏറ്റവും അടിസ്ഥാന ആവശ്യം? സോനം വാങ്ചുക്കൊക്കെ ഉന്നയിക്കുന്നത് നമ്മളുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണല്ലേ. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരുപാട് കുട്ടികളുടെ ജീവൻ എടുത്ത ഒരു പരീക്ഷയായി പോയി സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ നീറ്റ് എക്സാം. അതിനെപ്പറ്റിയിട്ട് നമ്മൾ ആ ഒരു ക്രോക്രോ ജനതാ പാർട്ടിയുടെ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുട്ടി ജസ്റ്റ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണ്. അവൻ വർഷങ്ങളായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതലേക്ക് പലയിടത്തും കോച്ചിങ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ +2 ശേഷം എഴുതുന്ന അത് കിട്ടിയില്ല, അങ്ങനെ 1 വർഷം റിപ്പീറ്റ് ചെയ്യുകയാണ്, 2 വർഷം റിപ്പീറ്റ് ചെയ്തൊക്കെ എഴുതുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ കേരളത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോകണം. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് എഴുതിയത്. പക്ഷേ നമുക്കറിയാമല്ലോ ഇതിലൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. നീറ്റ് ആയാലും IITക്ക് പഠിക്കുന്നവരൊക്കെ ആയാലും അവർക്ക് 2 വർഷമൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, 3 വർഷം ചെയ്യുന്നവരുണ്ട്. ഒരു ചെറിയ റീഡിംഗ് റൂമിൽ ചെറിയൊരു ക്യാബിൻ കാണും. ആ ക്യാബിനൊരു കസേര ഉണ്ടാകും. 14 മണിക്കൂറൊക്കെയാണ് അവർ പഠിക്കുന്നത്. അവർ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ, വാഷ്റൂം യൂസ് ചെയ്യാൻ. രണ്ടാമത്തത് ഭക്ഷണവും വെള്ളം കുടിക്കാൻ, വെള്ളം അടുത്ത് വെച്ചേക്കും ഭക്ഷണം കഴിക്കാനായിട്ട്. മൂന്നാമത്തത് ഉറങ്ങാൻ പോകാൻ. വളരെ കുറച്ച് നേരമൊക്കെയാണ് അവർ ഉറങ്ങുന്നത്. ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, ഇവരനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മളുടെ കുട്ടികളാണ്, നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളായിട്ട് തന്നെ അവരെ കരുതുക. അങ്ങനെ എക്സാം പേപ്പർ ലീക്കായപ്പോൾ, ലീക്കായെന്ന് മാത്രമല്ലായിരുന്നു, അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു. 50 ലക്ഷത്തിനും 1 കോടിക്കൊക്കെയാണ് പലരും മേടിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു റാക്കറ്റായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണത് ലീക്കായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ വരുന്ന ഐ ബട്ടൺ നിൽക്കാൻ അത് കാണാം. അപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അങ്ങനത്തെ പഠിച്ച് എക്സാം എഴുതിയ കുട്ടിക്ക് അത് ലീക്കായപ്പോൾ ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റിയില്ല. 3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവരായിരിക്കും. അവരാരായി എക്സാം ക്യാൻസൽ ചെയ്യുകയാണ്. രണ്ടാമത് എഴുതി കിട്ടണമെന്നൊന്നുമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഭാഗ്യം എന്ന് പറയുന്ന എലമെൻറ്റ് കൂടിയുണ്ട്. അല്ലാതെ നമ്മൾ പഠിച്ച് കാണാപ്പാടം എഴുതുന്നതല്ല, ഏത് ക്വസ്റ്റ്യനാണ് വരുന്നത് അപ്പോഴത്തെ ആ ടെൻഷൻ. അപ്പോൾ കംപ്ലീറ്റ് റിലാക്സ് ചെയ്ത് അതെല്ലാം വിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു എക്സാം വന്നാൽ അറ്റൻഡ് ചെയ്ത് അതുപോലെ നേടാൻ സാധിക്കണമെന്നില്ല, എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു 12-14ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുമോ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെന്ന്? ഒരിക്കലുമല്ല. ഇത് ചെറിയ എക്സാം ഒന്നുമല്ല. 20 ലക്ഷം കുട്ടികളാണ് ഒരു വർഷം ഇത് അറ്റൻഡ് ചെയ്യുന്നത്. 20 ലക്ഷം ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടൊരു എക്സാമിൻ്റെ പേപ്പർ ലീക്കായി 12-14 കുട്ടികളുടെ ആത്മഹത്യയ്ക്ക് കാരണമായി. തീർച്ചയായിട്ടും രാജിവെക്കാൻ മാത്രമല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ അദ്ദേഹത്തെ വെറും ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, എല്ലാ സമരങ്ങളിലും ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സമരം, ഒരു പ്രതിഷേധം തുടങ്ങുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കും. പക്ഷേ പിന്നീട് അത് മുമ്പോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ശക്തികൾ അതിൻ്റെ അകത്ത് ഇടപെടുകയും അതിന് പല ആംഗിളുകൾ കൈവരിക്കുകയും ചെയ്യും. ഒരു വശത്ത് ഈ രാഷ്ട്രീയമായിട്ട് അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, മറുവശത്ത് അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ടീമുകളുണ്ടാകാം. പക്ഷേ അവരെയൊക്കെ ഞാൻ തള്ളുകയാണ്. ഞാനും പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയല്ലോ. തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുക. കാരണം നമുക്ക് അങ്ങനത്തെ സിസ്റ്റമല്ല, നമ്മളുടെ കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സിസ്റ്റമല്ല രാജ്യത്ത് വേണ്ടത്. അതോടൊപ്പം ഈ സോനം വാങ്ചുക്ക്, അദ്ദേഹമാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം ഏകദേശം 19-20 ദിവസത്തോളം നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഇടപെടുകയാണ്. ആൾക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയാണ്. സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലേക്ക് പോവുകയാണ്, മരണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അതും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സമരങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലെ ആൾക്കാർ വളച്ചൊടിക്കും, അല്ലെങ്കിൽ അവരുടെ മുതലെടുപ്പ് നടത്തും. ഇപ്പോൾ അത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. സോനം വാങ്ചുക്കും ആ ഒരു CJP പ്രവർത്തകർ, ബാക്കിയുള്ള സ്റ്റുഡൻസും ഒക്കെ അവിടെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നത്. അതിലേക്ക് പോലീസോ കാര്യങ്ങളൊന്നും ഇടപെട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഹൈക്കോടതി കൃത്യമായിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അദ്ദേഹം അവിടെ കിടന്ന് മരണപ്പെട്ടാൽ അത് രാജ്യത്ത് വലിയ കലാപത്തിലേക്കായിരിക്കും പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീക്കിയിട്ടുള്ളത്. ആ ഒരു സമരം പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ട്
തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചോദ്യം എന്തെന്നാൽ, ആരാണ് ഈ സോനം വാങ്ചുക്ക്? എന്താണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചല്ലോ ഈ ഒരു നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് സോനം വാങ്ചുക്കിനെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുമാണ്. അദ്ദേഹം ലഡാക്കിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ അമീർ ഖാൻ്റെ 3 Idiots എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് അമീർ ഖാൻ്റെ ക്യാരക്ടർ ഫുഷ്വാൻ വാങ്ഡു സംതിങ് അല്ലേ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ഇൻസ്പിറേഷനിൽ എടുത്തൊരു ക്യാരക്ടറാണത്. അതുതന്നെയാണ് നമ്മളുടെ തലപതി വിജയുടെ നൻപൻ എന്ന് പറയുന്ന സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതല്ലേ. എന്തായാലും ആ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വേറെ ഉണ്ട്. അത് ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ കമൻറ്റ് വരും. അതുകൊണ്ടാണ് പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ അമീർ ഖാൻ തന്നെ തള്ളിക്കളയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സിനിമ എടുക്കുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അറിയത്തുകൂടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും അതിന് മറുവാദം വരികയാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അമീർ ഖാൻ ഇദ്ദേഹത്തെ സന്ദർശിച്ച ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് വരികയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വർഷം 1966 സെപ്റ്റംബർ 1 ലഡാക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയൊരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ പേര് ഉലക് ടോക്പോ ഉള്ളതായിരുന്നു. ആ ഒരു ഗ്രാമം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ആകെപ്പാടെ 5 വീടുകളാണുള്ളത്. ഇപ്പോൾ ലഡാക്കിലേക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ചെറിയ ചെറിയ ഏരിയസാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടിയിട്ടൊക്കെ കുറച്ചുകൂടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ തന്നെ കുറച്ചേ ഉള്ളൂ. എന്തായാലും 5 വീടുകൾ മാത്രമുള്ള ഉലക് ടോപ്പോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ആ ഒരു ഗ്രാമത്തിൽ സ്കൂളുകളില്ല, കൃത്യമായിട്ടുള്ള യാതൊരുവിധ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സ് വരെ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സോനം വാങ്യാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ വരെ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. അങ്ങനെ എന്തായാലും വാങ്ചുക്കിന് 9 വയസ്സുള്ളപ്പോൾ അവർ കുടുംബമായിട്ട് ഈ കാശ്മീരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ശ്രീനഗറിലുള്ള ഒരു സ്കൂളിലായിരുന്നു സോനം വാങ്ചുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഈ കുട്ടികളുടെ ബുള്ളിങ് ആയിരുന്നു. വില്ലന്മാരായിട്ടുള്ള കുട്ടികൾ ഇദ്ദേഹത്തെ ഉപദ്രവിക്കുക, എന്താണ് നമ്മൾ ഈ റാഗിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, ബുള്ളി ചെയ്യുക. അങ്ങനെ ഭയങ്കരമായിട്ട് അബ്യൂസുകൾ, ഈ ഉപദ്രവവും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ പഠിപ്പിക്കുന്ന ഭാഷ, അവിടുത്തെ മീഡിയം ഉണ്ടാകുമല്ലോ, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടുത്തെ മീഡിയം എന്നുള്ളത് ഉറുദു ആണ്. ഉറുദുവും ഇദ്ദേഹമായിട്ട് ആനയെ അമ്പഴങ്ങിയാൻ പോലെയാണ്, യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്കൂളിലെ കുട്ടികളുടെ ഉപദ്രവം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഇദ്ദേഹം പിന്നീട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അവിടുന്ന് +2 പാസ്സാകുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അച്ഛനുമായിട്ടൊരു തർക്കം അവിടെ രൂപപ്പെടുകയാണ്. ഏത് ബ്രാഞ്ച് എടുക്കും? എഞ്ചിനീയറിംഗിൽ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറേ ബ്രാഞ്ചുകൾ അന്നും ഉണ്ടല്ലോ. ഇദ്ദേഹത്തിന് മെക്കാനിക്കൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു ഇതല്ല പഠിക്കേണ്ടത്, അതാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്കുണ്ടാകുകയാണ്. അങ്ങനെ എന്തായാലും സോനം വാങ്ചുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം, അതും സ്വന്തമായിട്ട് കടവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് NIT, ശ്രീനഗറിലുള്ള ജമ്മു കാശ്മീരിലുള്ള NITയിൽ അദ്ദേഹം അവിടെ പഠനം ആരംഭിക്കുകയാണ്. അങ്ങനെ എന്തായാലും അദ്ദേഹം പഠിച്ചൊക്കെ പാസ്സായി. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ അദ്ദേഹം ലഡാക്കിലേക്ക് തിരിച്ചെത്തുകയാണ്. ലഡാക്കിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം നമ്മളുടെ നാട്ടിലില്ല എന്നുള്ളതായിരുന്നു. 95% സ്റ്റുഡൻസും ഗവൺമെൻറ് എക്സാം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഈ PSC പോലെയോ അല്ലെങ്കിൽ UPSC പോലുള്ള എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഫെയിലാകുകയാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യമായിട്ടോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ടോ യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പരീക്ഷയിൽ വരുന്നത്. അവരുടെ വിദ്യാഭ്യാസവും രീതികളൊക്കെ അവരവരുടെ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ പുറത്ത് കിടക്കുന്ന എക്സാം വേറെ ലെവലിലായിരിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം തൻ്റെ 22ാമത്തെ വയസ്സിൽ 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് SECMO എന്ന് പറയുന്ന ഒരു ബോഡി സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ 10ാം ക്ലാസ്സൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ ഫെയിലാകുന്നുണ്ടായിരുന്നു, അവരെയൊക്കെ പിടിച്ച് കരകയറ്റുക. അതോടൊപ്പം ഈ 3 Idiots കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളുടെ മലയാളത്തിൽ മാണിക്കക്കൽ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും വിദ്യാഭ്യാസത്തെ ഒരു വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലേ. കാരണം ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വിദ്യാഭ്യാസ രീതി എന്തെന്നാൽ കുട്ടികളെ അമിതമായിട്ട് പ്രഷറൈസ് ചെയ്ത് എൻജോയ് ചെയ്തൊന്നുമല്ല അവർ പഠിക്കുന്നത്. കാരണം നമ്മളൊക്കെ പലരും പഠിച്ചു വന്ന അവസ്ഥയാണ്. നമ്മളെ തല്ലി പഠിപ്പിച്ചും കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചും ഒക്കെയാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിയാത്മകമായിട്ട് ഈ ഒരു ഫീൽഡിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പലരും തോറ്റുപോവുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മറികടക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ബോഡിയുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആ ഒരു സ്കൂളൊക്കെ ബിൽഡ് ചെയ്യാണ് കേട്ടോ. സ്കൂളിൻ്റെ നല്ലൊരു ശതമാനവും സൈഡും ഗ്ലാസ് ആണ്. അപ്പോൾ ലഡാക്കിൽ ചില മാസങ്ങൾ തണുത്തുറഞ്ഞായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഈ സൂര്യപ്രകാശം ട്രാപ്പ് ചെയ്ത് അതിൻ്റെ അകത്തിടും. അതോടൊപ്പം തന്നെ ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ പോലും ഓരോ ആംഗിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ഇപ്പോൾ 45-60
60, 30 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് മനസ്സിലാകാം ഒരു ഇത്ര എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ജീവിതത്തിൽ ഇപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ജീവിതത്തിൽ എത്രയായിരിക്കും. നമ്മൾ മറ്റേ പ്രൊട്രാക്ടർ വെച്ചല്ലേ പഠിച്ചത്, പക്ഷേ റിയൽ ലൈഫിൽ കുട്ടികൾ അങ്ങനെ പഠിക്കുകയാണ്. അതോടൊപ്പം കണക്കുകളൊക്കെ കളികളിലൂടെയൊക്കെ പഠിക്കുക നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ പല വീഡിയോസിൽ അല്ലെങ്കിൽ ചില സ്കൂളിലൊക്കെ കാണിച്ചിട്ടുണ്ടാകുമല്ലേ. അപ്പോൾ അതുപോലത്തെ നമ്മൾ കറക്റ്റ് കാണുന്ന ആ ഒരു 3 ഇഡിയറ്റ്സിൽ അമീർ ഖാൻ അവസാനം നിർമ്മിക്കുന്ന ഒരു സ്കൂളിലെ അതുപോലെ കുട്ടികൾക്ക് വളരെ ക്രിയാത്മകമായിട്ട് എൻ്റർടൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പാരലൽ സ്കൂളായിരുന്നു. കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസമല്ല, കുട്ടികൾക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സെൻറ്ററായിരുന്നു ഇദ്ദേഹത്തിൻ്റെ SECMOL എന്ന് പറയുന്ന സ്ഥാപനം. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുപോലെ കാഴ്ചവെക്കും. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാം ലഡാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടും ചൂടിലൂടെ കടന്നു പോകും, ചിലപ്പോൾ കൊടും തണുപ്പിലൂടെ കടന്നു പോകുന്നൊരു സ്ഥലമാണ്, മലമ്പ്രദേശമാണ്, എപ്പോഴും പാറയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അനധികൃത ഖനനം അവിടെ കൂടുതൽ ആപത്തുണ്ടാക്കും. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്തെന്നാൽ ഐസ് തൂബ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഓർക്കുക, ഈ ഐസ് തൂബയുടെ യഥാർത്ഥ ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐസ് മാൻ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്നത് പത്മശ്രീ ചെവാങ് നോർഫേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. പലരും പറഞ്ഞ് കേട്ടിട്ടില്ല ഈ ഒരു ഐസ് തൂബയുടെ കൺസെപ്റ്റൊക്കെ സോനം വാങ്ചുക്കിൻ്റെ പേരിലാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് മുമ്പ് ഒരു മനുഷ്യൻ ചെയ്ത് പത്മശ്രീ കിട്ടിയപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയണമല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ പത്മശ്രീ ചെവാങ് നോർഫേൽ എന്നുള്ളതാണ്. എന്തായാലും ഐസ് തൂബ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലഡാക്കിൽ ചില സമയത്ത് കൊടും ചൂടാണല്ലോ, ഈ സമയത്ത് കൃഷിക്കുള്ള വെള്ളമൊന്നും ഇവിടെ കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്തെന്നാൽ ഈ ചെവാങ് നോർഫേലൊക്കെ ചെയ്ത കാര്യം എന്തെന്നാൽ മഞ്ഞുള്ള സമയത്തുണ്ടല്ലോ അല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് പലയിടത്തു നിന്നായിട്ടുള്ള വെള്ളം കളക്ട് ചെയ്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലേസിയർ, അതായത് ഒരു ആർട്ടിഫിഷ്യൽ വലിയ ഐസ് കട്ടയുണ്ടല്ലോ കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. പിന്നീട് അത് ചൂട് കാലമാകുമ്പോൾ പതുക്കെ അതിൽ നിന്ന് വെള്ളം ഉരുകുമല്ലോ, ആ ഉരുകുന്ന വെള്ളം കൃഷിപ്പാടങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലേസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ചെവാങ് നോർഫേലായിരുന്നു. പക്ഷേ അത് വ്യാപകമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്ക് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇതിനു മുമ്പും പല നിരാഹാര സമരങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊട്ടസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2019 ഗവൺമെൻറ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിനെയും അതോടൊപ്പം ലഡാക്കിനെയും 2 യൂണിയൻ ടെറിട്ടറിയാക്കി. അതോടൊപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ 6 പ്രകാരം ലഡാക്കിന് ലെജിസ്ലേറ്റീവ് പവർ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയാണ്, അതിനൊരു ലെജിസ്ലേറ്റീവ് ഇല്ല. അവിടെ മറ്റ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ലഡാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ലഡാക്കിലുള്ളത് ഈ ലക്ഷദ്വീപിലുള്ളതുപോലെ തന്നെ പാർലമെൻറ്റിലേക്ക് ഒരു എം പി സീറ്റ് മത്സരം അവിടെയുണ്ട്. അതോടൊപ്പം പ്രധാനമായിട്ടുള്ള ഭരിക്കുന്ന ബോഡി എന്തെന്നാൽ ലഡാക്ക് ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്, LAHDC എന്ന് പറയും. 2 എണ്ണമാണുള്ളത്, LAHDC ലേയിലും LAHDC കാർഗിലും. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും ഈ ഒരു ഓട്ടോണോമസ് ബോഡിയിലേക്കുള്ള ഇലക്ഷനും ഉണ്ട്. അപ്പോൾ ലെജിസ്ലേറ്റീവ് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി അതായത് കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ കൂടുതൽ പവറും കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു പവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ലെജിസ്ലേറ്റീവ് പവർ കിട്ടിയാൽ ഇവർക്ക് കൂടുതൽ ശക്തിയായിട്ട് അതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റും. ഭൂമിയുടെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും മറ്റ് റിസോഴ്സിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആ ഒരു പ്രദേശത്തെ ബോഡിക്ക് തന്നെ ഇടപെടാൻ പറ്റും. അപ്പോൾ ഇത് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു യൂണിയൻ ടെറിട്ടറിക്ക്. പിന്നീട് അമിത്ഷാ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ നമ്മളുടെ ബാക്കി ലക്ഷദ്വീപൊക്കെ ഭരിക്കുന്ന അതുപോലെ തന്നെയുള്ള ഭരണമായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് 2 വാദങ്ങളുണ്ട്. ഒരു വാദം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോനം വാങ്ചുക്കൊക്കെ പറയുന്ന കാര്യം എന്തെന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ പവർ കിട്ടിയില്ലെങ്കിൽ ഇവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കും, ഖനനങ്ങൾ നടക്കും തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. ശരിയാണ്, ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ലോജിക്കായിട്ട് തോന്നാം. മറുവശത്ത് പ്രശ്നം എന്തെന്നാൽ ഈ ലഡാക്ക് എന്ന് പറഞ്ഞാൽ ബോർഡർ റീജിയനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അവിടെ ആർമിയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ദ്രുതഗതിയിൽ നടത്തേണ്ട ഒരു പ്രശ്നമുണ്ട്. അത് വളരെ ഹൈ സെക്യൂരിറ്റി ഏരിയ ആണല്ലേ. അപ്പോൾ ഈ ലഡാക്കിന് ലെജിസ്ലേറ്റീവ് പവർ കൊടുത്താൽ ഇന്ത്യൻ ആർമിയും സെൻട്രൽ ഗവൺമെൻറ്റും ഇവിടെയുള്ള ഈ ബോഡിയോട് അനുവാദം ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഏതെങ്കിലും ആംഡ് ഫോഴ്സിനോ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഇവിടെ തോന്നിയതുപോലെ വന്ന് ഏതെങ്കിലും ഭൂമി കണ്ട് അവിടെ അങ്ങോട്ട് നിർമ്മാണം നടത്താൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ കേരളത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ഉണ്ട്. ലെജിസ്ലേറ്റീവിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് അവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും വാദമുണ്ട്. ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്, അത് യൂണിയൻ ടെറിട്ടറിയാണ്. മാത്രമല്ല അപ്പുറത്തെ വാദം എന്താണ്, ഖനന പ്രവർത്തനങ്ങൾ അനധികൃതമായിട്ട് നടക്കുന്നു, ഞങ്ങളുടെ റൈറ്റ്സ് പോകുന്നു തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതിനു മുമ്പ് അദ്ദേഹം പല നിരാഹാര സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ നിരാഹാര സമരം എന്തിനാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാനതാണ് പറഞ്ഞത്, ബാക്കിയുള്ളതിലും ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം, കടന്നുകയറ്റങ്ങളും മുതലെടുപ്പുകളും ഒക്കെ നല്ലതുപോലെ ഉണ്ടാകാം. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹം രാജിവെക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും അന്യായമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് കുട്ടികളുടെ ജീവന് കാരണമായിട്ടുള്ള ഇത്രയും വലിയൊരു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും അദ്ദേഹമാണോ അത്
ചോർത്തി കൊടുത്തതെന്ന്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗവൺമെൻറ് കീഴിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കണമെന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വാദം തന്നെയാണ് നമ്മളെല്ലാവരും പലപ്പോഴും ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ പോലീസിൻ്റെ കീഴിൽ ഒരു കൊലപാതകം നടക്കുകയാണ്, ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഞാനെപ്പോഴും വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അത് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ വേറെന്തെങ്കിലും ഐഡിയോളജി പൊതിഞ്ഞുള്ള കാര്യങ്ങളല്ല ഞാൻ നോക്കുന്നത്. എന്താണോ നമ്മുടെ കുട്ടികൾക്ക് നല്ലത് അതിനൊപ്പം നമ്മൾ നിൽക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളും ചെയ്യണം. നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാത്തരം ബോഡിയും അവർക്കൊപ്പം നിൽക്കണം. കാരണം ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഇത് നീറ്റ് എക്സാമാണ് എഴുതുന്നത്. നാളെ നമ്മളെ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സാണ്. ഇന്ന് നമ്മൾ അവരെ രക്ഷിക്കുന്നു, നാളെ അവർ നമ്മളെ രക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. പലപ്പോഴും ഞാൻ ജീവിതത്തിൽ ദൈവതുല്യമായിട്ട് കാണുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഒന്നാലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം വരികയാണ്. പോട്ടെ, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ മകനോ മകൾക്കോ ഒക്കെ സീരിയസ് ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു അപകടം, ഒരു വാഹന അപകടമോ എന്തെങ്കിലും പറ്റുകയാണ്, നിങ്ങൾ ഡോക്ടറുടെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് ഓടുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര വലിയ ആളായാലും, മുഖ്യമന്ത്രി ആകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, കോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്ക് ആകട്ടെ, അംബാനി ആകട്ടെ, ഡോക്ടർ വേണം അവരെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമ്മൾ നിസ്സഹായരായിട്ട് നിന്ന് പോകുന്നത് ഇവർക്ക് മുമ്പിലാണ്. ഇവരാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അവരെ രക്ഷിക്കണം. ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് CJP, കോക്രോച്ച് ജനതാ പാർട്ടി, അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹം ഇവിടെയുള്ള പണിയില്ലാതെ എപ്പോഴും ഈ RTI വിവരാവകാശമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നമൊക്കെ സൃഷ്ടിക്കുന്ന യുവാക്കളെ പാറ്റകളെന്ന് വിളിക്കുകയാണല്ലേ. അതിനെ തുടർന്ന് രൂപപ്പെട്ട ഒരു ഓൺലൈൻ ഫോറം ആയിരുന്നു സത്യം പറഞ്ഞാൽ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത്. പിന്നീട് അത് അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അഭിജിത് ദീപ്കയൊക്കെ കാനഡയിലോ അമേരിക്കയിലോ മറ്റോ ആയിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി, ഇവിടെ വീണ്ടും കാര്യമായിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത് CJPയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും സോനം വാങ്ചുക്കും അവരുടെ ഈ ഐഡിയോളജിക്കൊപ്പം ചേർന്നുകൊണ്ട് ആ ഒരു പോയിന്റ് വെച്ച് മാത്രമാണ് കേട്ടോ സമരം ചെയ്യുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് നിലവിൽ സോനം വാങ്ചുക്ക് മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം കൊടുക്കുക. 14 കുട്ടികൾ മറ്റു ആത്മഹത്യ ചെയ്തു. 14 കോടി മാത്രമേ കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവനൊന്നും 1 കോടി കൊടുത്താൽ പ്രസി ഇത് ജീവനായിട്ട് നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ ഈ സംഭവം എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കാതിരിക്കുക. നമ്മളൊരു 10 കോടി കൊടുത്തു കഴിഞ്ഞാലും അവരുടെ കുടുംബം ചിലപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് കരകയറില്ല. അപ്പോൾ കുടുംബത്തിന് ജീവിക്കാനുള്ള, നാളെ കുടുംബത്തിന് താങ്ങും തണലും ആകേണ്ടിയിരുന്ന മക്കളാണ് ഇവർ. കുടുംബത്തെ അച്ഛനമ്മയെ നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു എമൗണ്ട് പോലെയാണ് കൊടുക്കുന്നത്. 1 കോടി എന്നല്ല 10 കോടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം ഒരു ജീവനാണ് അവിടെ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്ന് റിഫോം ചെയ്യുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാന വിഷയം ഞാൻ വിട്ടുപോയത്, CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. അതിന് മാർക്കിടുന്ന സിസ്റ്റത്തിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മാർക്ക് വീണില്ല, പല പേപ്പറും പേജുകളും ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ അതുകൊണ്ട് സഫർ ചെയ്യുന്നു. നമ്മളുടെ രാജ്യത്ത് നാളത്തെ ഇന്ത്യ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്. ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ രാജ്യം ആരുടെ കയ്യിലായിരിക്കും? വേറെ കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തലമുറയുടെ കയ്യിലായിരിക്കും അല്ലേ? അവർ മുന്നേറണമെന്ന് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മാത്രം ഇവിടെ ജീവിച്ച് മരിച്ചു പോയാൽ പോരല്ലോ. അപ്പോൾ അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്താണ്? വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ടേ നമുക്കിവിടെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നയിക്കുക. അതുകൊണ്ട് തന്നെ എക്കാലത്തും എന്തൊക്കെയുണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഈ സമരം തന്നെ എടുത്തു നോക്ക്, പല മുതലെടുപ്പുകാരുമുണ്ട്. അതിൻ്റെ അകത്ത് ഹിന്ദുത്വവാദം ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറി വരുന്നത്? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും ഈ ജാതി മതപരമായിട്ടുള്ള കാര്യങ്ങളും ഈവൻ ഞാൻ കണ്ടതാണ്. അതിൻ്റെ അകത്ത് മതപരമായിട്ടുള്ള സ്ലോഗൻസ് ഒരിടത്ത് നിന്ന് റേസ് ചെയ്യുന്നു, ഒരിടത്ത് നിന്ന് മറ്റ് വ്യക്തികൾ ഒരു മതത്തിനെതിരെ സ്ലോഗൻസ് റേസ് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ പോലുള്ള മുതലെടുപ്പുകാരൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അരുന്ധതി റോയ് എന്ന് പറഞ്ഞാൽ പണ്ട് കാശ്മീരിൽ 5 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പരസ്യമായിട്ട് വെടിവെച്ച് വന്ന തീവ്രവാദി യാസിൻ മാലിക്കിൻ്റെ ഒപ്പം കൈകൊടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇവരൊക്കെ അവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ കാപട്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിലും പല മുതലെടുപ്പുകാരുണ്ടാകും. ഞാൻ അവരെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അടിസ്ഥാനമായിട്ടുള്ള ഇതിൻ്റെ കോർ ആവശ്യം എന്താണ്? ഈ നീറ്റ് എക്സാം പേപ്പർ ചോർന്നുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ബെറ്റർ ആക്കുക. നല്ല പഠനം കുട്ടികൾക്ക് കിട്ടട്ടെ, നല്ല കാര്യങ്ങൾ അവർ പഠിക്കട്ടെ, അവർ വലിയ വലിയ നിലയിലെത്തിത്തീരട്ടെ, നമ്മുടെ രാജ്യത്തെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകട്ടെ. നമ്മളുടെ രാജ്യം നമ്പർ 1 ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്പർ 1 ആകണമെങ്കിൽ
നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ട കാര്യമാണ് വിദ്യാഭ്യാസം. നമ്മുടെ കേരളത്തിൽ അതുണ്ട്, പക്ഷേ നിങ്ങൾ പല സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊന്നും കാര്യമായിട്ട് വിദ്യാഭ്യാസമൊന്നും കിട്ടുന്നില്ല. അവിടെ സ്കൂളുകളില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു കൾച്ചറലായിട്ടുള്ളൊരു ഇതുമുണ്ട്. കാരണം അവരുടെ കുടുംബം ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാതെ മറ്റ് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം ചെറുപ്പം മുതൽ. അതുകൊണ്ട് തന്നെ അവരും അവരുടെ മക്കളെ ഇത് തന്നെ വിടുകയാണ്. സ്കൂളുകളില്ലാത്ത സംസ്ഥാനങ്ങളൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ പറയണ്ട. അവിടെ പോയി കഴിഞ്ഞാൽ സ്കൂളുകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചെയ്യേണ്ടിയിരിക്കുന്നൊരു കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ രാജ്യത്ത് മാറ്റം വരേണ്ടതുണ്ട്. എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ബോധവൽക്കരിക്കണം. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം വേറൊരു രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ മുതലെടുപ്പുകാരുണ്ടെന്ന്. അതിൻ്റെ അകത്ത് ഒരു പെണ്ണിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രസംഗവും ഗവൺമെൻറ്റിനെതിരെയൊക്കെ സംസാരിക്കുവാണ്. നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്, ഞാൻ നീറ്റ് എഴുതിയിട്ട് നിൽക്കുകയാണ്. നീറ്റിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ട് അറിയത്തില്ല. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് നീറ്റ്. അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ട് അറിയത്തില്ല. പഠിക്കുന്ന എവിടെയാണ്? CBSE പഠിക്കുന്നത്. CBSEയുടെ ഫുൾ ഫോം ചോദിച്ചിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. എല്ലാം കൂടി കുഴഞ്ഞു പറഞ്ഞാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയത് എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.